സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനയിൽ നാളെ ഉത്തരവിറങ്ങും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത. റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം. സർക്കാർ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും താരിഫ് പുതുക്കി ഉത്തരവിറക്കുക. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രശാന്ത്, സാധാരണ നിലയിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുക എന്നതിനാണല്ലോ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്ന സ്വതന്ത്ര അധികാരമുള്ളൊരു സംവിധാനത്തെ, ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള സംവിധാനത്തെ വെച്ചിരുന്നത്. കെ.എസ്.ഇ.ബിയുടെ ശുപാർശ പരിഗണിക്കുന്നു, പൊതുജനങ്ങളിൽ നിന്ന് ഹിയറിംഗ് കേൾക്കുന്നു, ഉപഭോക്താക്കളുടെ ഭാഗം കേൾക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വരുന്നത്? രതീഷ്, സാധാരണഗതിയിൽ റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. പക്ഷേ എല്ലാ തവണയും സർക്കാരുമായി അനൌദ്യോഗികമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകാറുണ്ട്, സർക്കാരിന്റെ കാര്യങ്ങൾ ധരിപ്പിക്കാറുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും നടന്നിട്ടുള്ളത്. റെഗുലേറ്ററി കമ്മീഷനെ സംബന്ധിച്ച് സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്നില്ല. പക്ഷേ അതൊരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ കെ.എസ്.ഇ.ബിക്ക് വേണ്ടിയാണല്ലോ റെഗുലേറ്ററി കമ്മീഷൻ ഈ ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ആണ് സർക്കാരിനെ ധരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ, അതായത് ഏത് തരത്തിലുള്ള നിരക്ക് വർധനയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഉത്തരവിറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നാളെ വൈകിട്ടോടെ പുതിയ നിരക്ക് വർധന സംബന്ധിച്ച ഉത്തരവിറങ്ങും. അതായത് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ യൂണിറ്റ് നിരക്കിൽ 4.45% നിരക്ക് വർധന വേണം. എത്ര രൂപയുടെ വർധനവാകും ഫലത്തിലുണ്ടാവുക? എത്ര രൂപയുടെ വർധനവാണ് എന്നത് വ്യക്തമാകുന്നുണ്ടോ? 4.45% യൂണിറ്റിന് നിരക്ക് വർധന വേണമെന്നാണ് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് ബോർഡിന്റെ ചെലവ് കണക്കുകൾ അടക്കമുള്ളവ പരിശോധിച്ച ശേഷം ഉള്ള ഒരു വർധന നിർദ്ദേശമാണ് എടുക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് അധികം ഭാരമില്ലാത്ത രീതിയിലുള്ള വർധനയായിരിക്കുമെന്ന് മന്ത്രി അടക്കം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു ഷോക്ക് ഉറപ്പാണ്, ആ ഷോക്കിന്റെ തോത് കുറയും എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ അതായത് 4.45% എന്ന് പറയുമ്പോൾ ഏകദേശം യൂണിറ്റിന് 30 പൈസയുടെ വർധനയാണ് ബോർഡ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് 10 പൈസയ്ക്കും 20 പൈസയ്ക്കും ഇടയ്ക്കുള്ള 20 പൈസ വരെ ആ ഒരു വർധനയ്ക്കും നടപ്പാക്കാൻ പോകുന്നത്. ഈ പിണറായി സർക്കാരുകൾ അധികാരത്തിലെത്തിയ ശേഷം 5ാം തവണയാണ് നിരക്ക് വർധന, വൈദ്യുതി നിരക്ക് വർധന വരുന്നത്. 2017 4.77%, 19 7.32%, 22 6.59%, 23 കഴിഞ്ഞ വർഷം 3% വർധനയാണ് നടപ്പാക്കിയത്. ബോർഡ് ചോദിക്കുന്ന തോതിലുള്ള വർധന റെഗുലേറ്ററി കമ്മീഷൻ നൽകാറില്ല. അതായത് 4.45% നിരക്ക് വർധന, 30 പൈസയുടെ വർധനയൊന്നും അനുവദിച്ചു കൊടുക്കാറില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ 20 പൈസയുടെ വരെ വർധന ഒരു യൂണിറ്റിന് നടപ്പാക്കാനുള്ള നിർദ്ദേശമായിരിക്കും റെഗുലേറ്ററി കമ്മീഷൻ നൽകുക എന്നാണ്. ഒപ്പം തന്നെ വൈദ്യുതി ബോർഡ് സമ്മർ താരിഫ്, അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വേനൽക്കാലം കണക്കിലെടുത്ത് പ്രത്യേക സമ്മർ താരിഫ് യൂണിറ്റിന് 10 പൈസ അധികമായിരിക്കണം എന്ന ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് സർക്കാർ ആദ്യം മുതൽ തന്നെ അനുകൂലമല്ല. കാരണം വൈദ്യുതി വകുപ്പ് തന്നെ അതിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്മർ താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കാനുള്ള സാധ്യതയുമില്ല. കാരണം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. പക്ഷേ നിരക്ക് കൂട്ടുമെന്ന കാര്യം ഉറപ്പായി. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരായി റെഗുലേറ്ററി കമ്മീഷനും അംഗങ്ങളും ഒക്കെ പോയി കണ്ട് സംസാരിച്ചാണ് ഇപ്പോൾ ഒരു നിരക്ക് വർധന ഉറപ്പിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനം എന്ന നിലയിലാണ് ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് തരത്തിലാണ് ഇവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, ഏത് തരത്തിലാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതൊക്കെ നാളത്തെ ഉത്തരവ് പുറത്തു വരുമ്പോൾ മനസ്സിലാകും. പ്രശാന്ത് കൃഷ്ണയാണ് ആ വിവരങ്ങൾ നൽകിയത്.